നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് Arc8 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ അതായത് ഫുൾ ആപ്പ് വന്നിട്ടുണ്ട്. അതായത് ഇതിൽ നമുക്ക് വിഡ്രോയും ചെയ്യാം, പിന്നെ അതിലെ കുറേ ഗെയിംസും ഈ ഒരു GME നമ്മൾ മൈൻ ചെയ്തെടുത്ത GME വെച്ചിട്ട് കളിക്കുകയും ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് വിഡ്രോവൽ ട്യൂട്ടോറിയലും പിന്നെ ഗെയിംസ് എങ്ങനെ കളിക്കാമെന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എൻജോയ് ടേക്ക് ദ സെൻകെ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. നിങ്ങളുടെ Arc8ൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. അതായത് നമ്മുടെ മൈനിങ് കഴിഞ്ഞിട്ട് പിന്നെ വെയിറ്റിംഗ് ടൈം ആയിരിക്കും. വെയിറ്റിംഗ് പോലെ ഇങ്ങനെ കാണിച്ചേക്കുമായിരിക്കും. അപ്പോൾ ആ വെയിറ്റിംഗ് കഴിയാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ GME നിങ്ങൾക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ടൈം കൂടുതലെടുക്കും ആ വെയിറ്റിംഗ് ടൈം കഴിയാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ മൈൻ ചെയ്താണ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ വെയിറ്റിംഗ് ടൈം കംപ്ലീറ്റ് ആവും. വെയിറ്റിംഗ് ടൈം കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് നമുക്ക് അതിലെ ഗെയിംസ് ഈ GME വെച്ചിട്ട് കളിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുകൂടാണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. വിഡ്രോ ചെയ്യണമെങ്കിൽ ഇപ്പോൾ അവർ പറഞ്ഞാണ് ഫുൾ ആപ്പ് വന്നപ്പോഴാണ് അവർ പറയണത് വിഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് 5 GME ഉണ്ടെങ്കിൽ മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ആദ്യമേ മൈനിങ്ങിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു, മാക്സിമം നിങ്ങൾ റെഫർ ചെയ്യുക, മാക്സിമം നിങ്ങൾ മൈൻ ചെയ്യുക, മാക്സിമം ഈ ടൈമിനുള്ളിൽ മൈൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ അവർ വയ്ക്കുന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടായില്ല. ഇപ്പോഴാണ് അവർ വെച്ചത് 5 GME ഉണ്ടെങ്കിൽ മാത്രമാണ് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മിക്കവാറും 5 GMEയിൽ താഴെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗെയിംസ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഗെയിം നന്നായിട്ട് ട്യൂട്ടോറിയൽ അതിൽ കാണിക്കും. ആ ട്യൂട്ടോറിയൽ നോക്കി പഠിക്കുക. എന്നിട്ട് 1 vs 1 എന്തെങ്കിലും കളിച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു ഗെയിം ജയിച്ചാൽ തന്നെ ഇപ്പോൾ 2 GME കൊടുത്തിട്ട് ഒരു ഗെയിം ജയിച്ചാൽ തന്നെ നിങ്ങൾക്ക് 4 GME തിരിച്ച് കിട്ടുന്ന പോലെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 5 ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ വിഡ്രോ ചെയ്യുക. പിന്നെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾ ലോസ് ആയി കഴിഞ്ഞാൽ എല്ലാം പോയേക്കാം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് 5 ആക്കേണ്ടത്. 5 ആക്കാൻ വേറെ ഓപ്ഷനൊന്നുമില്ല. മൈനിങ് എല്ലാം സ്റ്റോപ്പായി. അപ്പോൾ നിങ്ങൾക്ക് Arc8ൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ നോക്കാം. അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. എനിക്ക് പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നും വന്നില്ല. ഞാനെന്നാലും ജസ്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കാണിച്ചതാണ്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യാണ്. പ്ലേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗെയിം ഓപ്പൺ ആയി വരും. അപ്പോൾ നമുക്ക് കുറേ സംഭവങ്ങൾ എക്സ്ട്രാ കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ടേക്കണേക്കാളും കൂടുതൽ സംഭവങ്ങൾ. അതിൽ ഫസ്റ്റത്തേന്ന് വെച്ചാൽ പ്ലേ എന്നുള്ള സെക്ഷനാണ്. ഇതിലാണ് നമുക്ക് ഗെയിം കളിക്കുന്നത്. അതായത് നമുക്ക് ഈ ഒരു നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും ഈ ഒരു സംഭവം കണ്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് ചെയ്യാനുള്ളൊരു ഡയമണ്ട് പോലത്തെ ഒരു സംഭവമാണ്. ഇത് നമുക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതായത് ജസ്റ്റ് ടൂർണമെൻറ്റ്. അപ്പോൾ അതിൽ പ്രൈസായിട്ട് കിട്ടുന്നത് ഈ ഡയമണ്ട് തന്നെയാണ്. അപ്പോൾ ട്രെയിനിങ് നമുക്ക് കുറച്ച് ചെയ്യാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അത് നമുക്ക് പഠിക്കാമെന്ന് മാത്രം. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ മൈൻ ചെയ്തെടുത്ത കോയിനാണ്. ഇത് എനിക്ക് ഇത്രയുണ്ട്. ഈ GME ടോക്കൺ ഇത്രയുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഗെയിം കളിച്ച് ഇത് ഇരട്ടിയാക്കാം. അപ്പോൾ അതുപോലെ തോറ്റ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ പോവുകയും ചെയ്യും. നമ്മൾ ഈ MPL കളിക്കില്ല അതുപോലെ തന്നെ. അപ്പോൾ ഇതിൽ നമുക്ക് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഗെയിംസ് കാണാൻ പറ്റും. അതിലിപ്പോൾ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ട്യൂട്ടോറിയൽ കാണണമെങ്കിൽ ഇവിടെ ട്യൂട്ടോറിയലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ട്യൂട്ടോറിയൽ കാണാൻ പറ്റും. ജസ്റ്റ് ട്യൂട്ടോറിയൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെ കളിക്കേണ്ടതെന്നുള്ളത് ജസ്റ്റ് അവർ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കളിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒപ്പോണൻറ്റ് റെഡി കണ്ടോ. 1 vs 1 ആയിട്ട് കളിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 2.50 GME കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ജയിച്ച് കഴിഞ്ഞാൽ 4.50 കിട്ടും. അങ്ങനെ പിന്നെ താഴെ നോക്കി കഴിയുമ്പോൾ അതിൻ്റെ ടൂർണമെൻറ്റ് കളിക്കാൻ പറ്റും. അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പിന്നെ ഇവിടെ നമുക്ക് ഈ ടുഡേസ് ടൂർണമെൻറ്റ്സ് എന്നുള്ള സെക്ഷനിൽ നമുക്ക് നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ചുള്ള ടൂർണമെൻറ്റ്സ് കാണാൻ പറ്റും. അപ്പോൾ 56 മിനിറ്റ് ഇപ്പോൾ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ 56 മിനിറ്റ് കഴിയുമ്പോൾ ഈ ടൂർണമെൻറ്റ് തീരും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇത് കളിക്കണം എന്ന് വെച്ചാൽ 0.50 GME ആണ് ഫീസ്. ചെറിയ ഫീസാണ് ടൂർണമെൻറ്റ്സിനുള്ളൂ. ടൂർണമെൻറ്റ്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു ഗെയിമാണ് നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഒരു ഗെയിം നമ്മൾ നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പിലെത്തുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇയാൾ നല്ല ടോപ്പിലാണ്. അപ്പോൾ ഇയാൾക്ക് 12.50 കിട്ടും. അപ്പോൾ ഒരു സെക്കൻഡിന് ഇത്രയും കിട്ടും, തേർഡിന് ഇത്രയും കിട്ടും. അങ്ങനെ അതായത് നമുക്ക് പ്രൈസ് കൂടുതലാണ്, ടൂർണമെൻറ്റ് ടൈമും കൂടുതലുണ്ട്. അപ്പോൾ ഒരു കളി നമുക്ക് നമ്മുടെ റാങ്ക് താഴ്ത്തിട്ട് പോയെങ്കിൽ നമ്മൾ വീണ്ടും 0.50 കൊടുത്ത് കളിച്ച് ടോപ്പിലോട്ട് വരാൻ നോക്കണം. അപ്പോൾ ഗെയിം കളിക്കുന്നത് റിസ്കി സംഭവമാണ്. തോറ്റ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ പോകും. അപ്പോൾ ഇതിൽ പിന്നെ അടുത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഗെയിമിൻ്റെ അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത സംഭവം എന്ന് വെച്ചാൽ ഈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ സംഭവമാണ്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ കളിച്ച ഗെയിമും നമ്മുടെ ഓൺഗോയിങ് മാച്ചസൊക്കെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ടൂർണമെൻറ്റ് പറഞ്ഞാൽ ചുമ്മാ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി കളിച്ച് നോക്കിയതാണ്. അപ്പോൾ 21ാം സ്ഥാനമാണ് കിട്ടിയത്. അതിലൊന്നും കിട്ടിയില്ല. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ 1 vs 1 ആണ് കളിച്ചത്. അപ്പോൾ 4.50 കിട്ടി. ഇവിടെ പറഞ്ഞാൽ 1 vs 1 കളിച്ചപ്പോൾ 4.50 പോയി. അല്ല 4.50 അല്ല 2.50 പോയി. പ്രൈസ് കിട്ടിയില്ല. പിന്നെ ഇവിടെ ഒരു 1 vs 1 കളിച്ചിട്ട് എന്തോ ഒരു ബഗ്ഗായിട്ടിരിക്കുകയാണ്. അതായത് ഓൺഗോയിങ് എന്ന് പറഞ്ഞ് കിടക്കുവാണ്. അതിൻ്റെ റിസൾട്ട് ഇതുവരെ പബ്ലിഷ് ആയിട്ടില്ല. ഇതിൽ ഗെയിം ഇതുവരെ കംപ്ലീറ്റ് ആവാത്ത പോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് സംഭവങ്ങളുള്ളത്.
അപ്പോൾ അത് ഞാൻ അവർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, റിപ്പോർട്ട് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇതിപ്പോൾ ആകെ ഇനി 22 മണിക്കൂർ കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു മാച്ച് തീരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വരും. ഇപ്പോൾ എനിക്ക് ഇതിൽ 40.5 GME ആണുള്ളത്. ഇനി വാളറ്റിൽ പോയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ GME ടോക്കൺസ് കാണാൻ പറ്റും. ഇപ്പോൾ എനിക്ക് ഇത്രയും GME ആണുള്ളത്. ഇത് Arc8 Pay എന്ന് പറഞ്ഞൊരു സെക്ഷനാണിത്. Arc8 Pay എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മുടെ ബാലൻസാണ് കാണുന്നത്. ഈ Arc8 Payയിൽ കിടക്കുന്ന ബാലൻസ് വെച്ചാണ് നമ്മൾ ഗെയിം കളിക്കുന്നത്. ഇതിൽ ടോപ്പപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ റിസീവ് അടിച്ചിട്ട് നമുക്ക് ഈ അഡ്രസ്സിലായിട്ട് നമുക്ക് പോളിഗൺ അഡ്രസ്സാണ് ഇതിലായിട്ട് നമുക്ക് സെൻഡ് ചെയ്തിട്ട് GME സെൻഡ് ചെയ്യാൻ പറ്റും. പോളിഗൺ അഡ്രസ്സാണ്, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇവിടെ നോക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വാളറ്റ് അഡ്രസ്സ് കാണാൻ പറ്റും. അതിൽ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാളറ്റ് പോളിഗൺ അഡ്രസ്സാണ്. അതിൻ്റെ കാരണം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഷോ ഓൺ വെബ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രോം എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ പോളിഗൺ സ്കാനിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പോളിഗൺ അഡ്രസ്സാണ് റിസീവ് അഡ്രസ്സ്. അപ്പോൾ അത് സപ്പോർട്ട് ആവണ വാളറ്റിൽ നിന്ന് അല്ല എക്സ്ചേഞ്ചിൽ നിന്ന് മാത്രമേ ഇതിലായിട്ട് സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യും, ഇവിടെ കയറില്ലാത്ത അവസ്ഥ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ താഴത്തോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻസ് കാണാൻ പറ്റും. ഇപ്പോൾ ട്രാൻസാക്ഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഗെയിമിന് കയറുമ്പോൾ നമ്മൾ 2.5 GME പോയതൊക്കെ ട്രാൻസാക്ഷനായിട്ട് കൂട്ടും. അതൊക്കെ ആ ബ്ലോക്ക് ചെയിൻ്റെ ബ്ലോക്ക് എക്സ്പ്ലോററിൽ, അതായത് പോളിഗണിൻ്റെ ബ്ലോക്ക് എക്സ്പ്ലോററിൽ കാണിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് മൈനിങ് ചെയ്ത് കിട്ടിയതാണ് 50 എണ്ണം. അതിൽ ഞാൻ ടെസ്റ്റ് വിഡ്രോ അടിച്ച് നോക്കി, കൂക്കോയിലായിട്ട് വിഡ്രോ അടിച്ച് നോക്കി. പക്ഷേ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ കയറിയില്ല. അത് ERC20 അഡ്രസ്സിലായിട്ടാണ് സെൻഡ് ചെയ്തത്. അപ്പോൾ ERC20 അഡ്രസ്സിലായിട്ട് സെൻഡ് ചെയ്ത് കാരണം ഇനി കയറാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പാണ്, ഇനി വിഡ്രോ ചെയ്യേണ്ട സ്റ്റെപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത്. അപ്പോൾ വിഡ്രോ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാളറ്റിൽ പോയി കഴിഞ്ഞിട്ട് ഈ ഒരു ഐക്കൺ കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ബ്ലോക്ക് ചെയിൻ വാളറ്റ്, അതായത് ഈ ഗെയിമിൽ തന്നെയുള്ള വാളറ്റ് ഉണ്ടല്ലോ താഴെ കിടക്കണേ, ആ വാളറ്റിലേക്ക് സെൻഡ് ചെയ്തിടാൻ പറ്റും. അതിൽ സെൻഡ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അത് സെൻഡ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. ഓക്കെ, അപ്പോൾ അതിലാകുമ്പോൾ നമ്മുടെ ലോക്കായി കിടക്കും, നമ്മുടെ ആ ഒരു സംഭവം ലോക്കായി കിടക്കും. ഇതിന് ചുമ്മാ സെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ. ഓക്കെ, കസ്റ്റം അഡ്രസ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പോളിഗൺ അഡ്രസ്സ് തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അവൈലബിൾ 39.5 ആണ്. മിനിമം 5 എണ്ണം വേണം നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ. അപ്പോൾ മിനിമം 5 എണ്ണം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഗെയിം കളിക്കാണ്ട് നിങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. അപ്പോൾ അതാണ് ഞാൻ അന്ന് മൈനിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയൊന്നും ഇവർ പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഇവരുടെ ഇപ്പോൾ ഗെയിം ഫുൾ ആപ്പ് വന്നപ്പോഴാണ് ഇവർ മിനിമം 5 എണ്ണം വേണമെന്ന് പറയുന്നത്. അപ്പോൾ മിനിമം 5 എണ്ണം ആക്കാനായിട്ട് ഗെയിം കളിക്കേണ്ടി വരും. ചെറിയ ഗെയിംസൊക്കെ കളിച്ചിട്ട് മിനിമം 5 എണ്ണം ആക്കേണ്ടി വരും. പിന്നെ ഫീ 1 GME ആണ് ഫീ വന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിത് മിനിമൈസ് ചെയ്യാൻ പോവാണ്. മിനിമൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യണത് നമ്മൾ ട്രസ്റ്റ് വാളറ്റിലായിട്ടാണ്. അപ്പോൾ ട്രസ്റ്റ് വാളറ്റ് ഓപ്പൺ ചെയ്യണം. ട്രസ്റ്റ് വാളറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സെറ്റിങ്സ് പോലത്തെ ഐക്കണെ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് പോലത്തെ ഐക്കണെ ക്ലിക്ക് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ചുമ്മാ GME എന്നടിക്കുക. അപ്പോൾ GME എന്നടിച്ചുമ്പോൾ ഈ GMEയിലായിട്ട് നമ്മൾ വിഡ്രോ ചെയ്യരുത്, കാരണം ഇത് ERC20 അഡ്രസ്സാണ്. ഇത് ERC20 ആണ്. അപ്പോൾ ഇതിലായിട്ട് നമ്മൾ വിഡ്രോ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഡ് കസ്റ്റം ടോക്കൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. GME എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആഡ് കസ്റ്റം ടോക്കൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ മിനിമൈസ് ചെയ്യാതെ എന്നിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോം എടുത്ത് കഴിഞ്ഞിട്ട് GME എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് GMEയുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ സൈറ്റ് വരും. അപ്പോൾ GMEക്ക് മെയിനായിട്ട് 2 സംഭവമുണ്ട്. 2 സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ 2 കോൺട്രാക്റ്റ് ഉണ്ട്. ഒന്ന് എതീറിയത്തിൻ്റെ കോൺട്രാക്റ്റ് ഉണ്ട്, ഒന്ന് പോളിഗണിൻ്റെ കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് പോളിഗൺ വാളറ്റിലേക്കാണ് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ കോൺട്രാക്റ്റിൻ്റെ ഈ ഹൈഫണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പോളിഗണിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യണം. പോളിഗണിൻ്റെ ഇവിടെ നമുക്ക് ജസ്റ്റ് ലിങ്ക് പോലത്തെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പോളിഗൺ സ്കാനിലായിട്ട് പോയിക്കോളും. അപ്പോൾ പോളിഗണിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യണം. ഇവിടെ കണ്ടോ, പോളിഗണിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ട്രസ്റ്റ് വാളറ്റ് വീണ്ടും വരിക. എന്നിട്ട് ഇവിടെ എതീറിയം മാറ്റുക. എതീറിയം മാറ്റിയിട്ട് പോളിഗൺ ആക്കുക. ഇവിടെ നെറ്റ്വർക്കിൽ എതീറിയം മാറ്റിയിട്ട് പോളിഗൺ ആക്കുക. എന്നിട്ട് ഇവിടെ പേസ്റ്റ് അടിക്കുക. അപ്പോൾ പേസ്റ്റ് അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫില്ലായി വരും ചിലപ്പോൾ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഫില്ലായി വന്നുള്ളൂ. അപ്പോൾ ഞാൻ അടിച്ചു കൊടുക്കണം. അപ്പോൾ നെയിം ഞാൻ ഇതിൽ നോക്കിയിട്ട് അടിച്ചു കൊടുക്കണം. നെയിം എന്താണ്? നെയിം GAMEE ആണ് നെയിം. അപ്പോൾ നെയിം അടിച്ചു കൊടുക്കാം. GAMEE. സിമ്പൽ എന്താ? സിമ്പൽ GMEE ആണ് സിമ്പൽ. GMEE ആണ് സിമ്പൽ. അപ്പോൾ ഇത് ഹോൾഡ് ചെയ്യാണ് ഏറ്റവും നല്ലത്. ഗെയിം കളിച്ച് കൂടുതൽ കളയേണ്ട. 5 എണ്ണമാണെങ്കിൽ 5 എണ്ണം വിഡ്രോ ചെയ്തെടുക്കുക, ഹോൾഡ് ചെയ്ത് വെക്കുക, അതായിരിക്കും നല്ലത്. GMEE അടിക്കുക. എന്നിട്ട് ഇവിടെ ഡെസിമൽ ഉണ്ട്. ഡെസിമൽ എത്ര എണ്ണം ഉണ്ട്? 18. ഡെസിമൽ 18 എണ്ണമാണ് ഡെസിമലുള്ളത്. അപ്പോൾ 18 എന്നടിക്കുക. ഇത്ര അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ടോക്കണിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് നെയിം അടിച്ചു. പിന്നെ
GME എന്ന് അടിച്ചു, 18 എന്ന് അടിച്ചു. ഓക്കെ, എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഡൺ അടിക്കുക. അപ്പോൾ കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഡൺ അടിക്കണം. അപ്പോൾ ഇതിൽ നോക്കുക, ഇതിൽ നിങ്ങൾക്ക് കണ്ടോ ഈ പോളിഗൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ലോഗോ വന്നിട്ടുള്ള. അപ്പോൾ ഇതാണ് നമ്മുടെ പോളിഗൺ അഡ്രസ്സ്. പോളിഗൺ എന്ന് എഴുതാനുണ്ടോ, പോളിഗൺ അഡ്രസ്സാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പോളിഗൺ വാളറ്റിലായിട്ട് മാത്രമാണ് സെൻഡ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇതുപോലെ കസ്റ്റം കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ട് പോളിഗൺ അഡ്രസ്സിലായിട്ട് മാത്രം സെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്രിയേറ്റ് ആയി, അതായത് എനേബിൾ ആയി നമ്മുടെ GME. ഇനി നമ്മൾ ഈ റിസീവിൽ അടിക്കുക. റിസീവിൽ അടിച്ച് കഴിഞ്ഞിട്ട് ഈ കോപ്പി അടിക്കുക. അപ്പോൾ നമ്മുടെ അഡ്രസ്സാണിത്, ഇതിൽ കോപ്പി അടിക്കുക. കോപ്പി അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആർക്കിലോട്ട് പോവാം. ആർക്കിലോട്ട് പോയിട്ട് ഈ അഡ്രസ്സിൻ്റെ അവിടെ ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അഡ്രസ്സിൻ്റെ ഇവിടെ ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അഡ്രസ്സിൻ്റെ ഇവിടെ ഇത് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഇത് ഈ GMEയുടെ പ്രൈസ് എന്ന് വെച്ചാൽ ഏകദേശം 20 സംതിങ് റുപ്പീസാണ്. അപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ ആക്സി ഇൻഫിനിറ്റി ഒക്കെ പോലെ ഇതിലിപ്പോൾ ആപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗെയിമിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആക്സി ഇൻഫിനിറ്റി ഒക്കെ പോലെ $100 പോകാനുള്ള സാധനമുണ്ട്. അപ്പോൾ നിങ്ങൾ 5 ആണെങ്കിൽ 5 വിഡ്രോ ചെയ്ത് നോക്കിയാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ വാങ്ങിച്ചിടാൻ പറ്റുവാണെങ്കിൽ വാങ്ങിച്ചിടുക. ഇപ്പോൾ മൈനിങ് ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ വാങ്ങിച്ചിടുക. കാരണം ഇത് ഗെയിമിംഗ് ടോക്കണാണ്, ശരിക്കും കയറാനുള്ള ചാൻസ് ഉണ്ട്. ഫിനാൻഷ്യൽ അഡ്വൈസ് ഒന്നുമല്ല, നിങ്ങൾ ജസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കുക. ആക്സി ഇൻഫിനിറ്റിയുടെ പ്രൈസ് നോക്കുക. ഓക്കെ, എത്ര GME നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് നോക്കുക. അപ്പോൾ എനിക്ക് 39.5 ഉണ്ട്. അപ്പോൾ മിനിമം 5 വേണം, ഫീസ് 1 പോവും. അപ്പോൾ ഞാൻ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യണത് 30 ട്രാൻസ്ഫർ ചെയ്യണം. 30 ട്രാൻസ്ഫർ ചെയ്യണത്. എന്നിട്ട് കണ്ടിന്യൂ അടിക്കുകയാണ്. കണ്ടിന്യൂ അടിച്ച് കഴിഞ്ഞിട്ട് സ്വൈപ്പ് ടു കൺഫേം എന്നുള്ളത് സ്വൈപ്പ് ചെയ്യാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ ഇൻ പ്രോസസ്സ് കാണിക്കും. അപ്പോൾ ഷോ ട്രാൻസാക്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് എക്സ്പ്ലോറിൽ പോകാൻ പറ്റും. എന്നിട്ട് നമ്മുടെ ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എൻ്റെ അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട്. എൻ്റെ 9 ആയിട്ടുണ്ട്, 9.5 ആയിട്ടുണ്ട് എൻ്റെ ബാലൻസ്. അപ്പോൾ ഞാനത് ചുമ്മാ ബാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എൻ്റെ ഷോ ട്രാൻസാക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രോമിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻ കാണാൻ പറ്റും. ഇപ്പോൾ ട്രാൻസാക്ഷൻ സക്സസ് എന്നാണ് കാണിച്ചാണ്. അപ്പോൾ നമുക്ക് ട്രസ്റ്റ് വാലറ്റിൽ കയറിയോ നോക്കാം. സക്സസ് ആണ് കാണിച്ചാണ്. ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യാം. 30 GME ആഡ് ആയി വന്നിട്ടുണ്ട്. $10 സംഭവമാണ്. ഇപ്പോൾ $10 എന്ന് വെച്ചിട്ട് നോക്കണ്ട, ഭാവിയിൽ ചിലപ്പോൾ നല്ല റേറ്റ് ആവും. അപ്പോൾ 5 ആണെങ്കിൽ 5 നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് നമുക്ക് സെല്ല് ചെയ്യണമെങ്കിൽ ഇനി ഇത് നമുക്ക് സെല്ല് ചെയ്ത് പൈസ ആക്കേണ്ട ഒരു സമയം വരും. അതായത് ഇപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇപ്പോൾ $100 ആയാലും $500 ആയാലും എത്രയായാലും നമുക്ക് ആ ഒരു സമയത്ത് സെല്ല് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ സെല്ല് ചെയ്യണമെന്നും കൂടി കാണിച്ചു തരാം. സെല്ല് ചെയ്യാനായിട്ട് നമ്മൾ ഇത് പോളിഗൺ നെറ്റ്വർക്കിൽ ഉള്ള ടോക്കണാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൽ മെയിനായിട്ട് വേണ്ട സംഭവമാണ് മാറ്റിക് എന്ന് പറഞ്ഞ സംഭവം. അതായത് നമ്മൾ പാൻകേക്ക് സ്വാപ്പിൽ സ്വാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് BNB വേണം. അതുപോലെ പോളിഗൺ നെറ്റ്വർക്കിലുള്ള ഏതെങ്കിലും ഒരു ടോക്കൺ സ്വാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് മാറ്റിക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിക് ആഡ് ചെയ്യണം. മാറ്റിക് അല്ലെങ്കിൽ പോളിഗൺ എന്ന് പറയും. മാറ്റിക് ഇവിടെ ജസ്റ്റ് നമ്മൾ മാറ്റിക് എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോളിഗൺ മാറ്റിക് എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതിലായിട്ട് നമ്മൾ റിസീവ് അടിച്ചിട്ട് ഈ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് നമുക്ക് ബൈനാൻസിൽ നിന്ന് മാറ്റിക് ഇതിലായിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. ബൈനാൻസിൽ വാങ്ങിച്ചിട്ട് ഇതിലായിട്ട് റിസീവ് അടിച്ചിട്ട് ഇതിലായിട്ട് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിലായിട്ട് മാറ്റിക് സെൻഡ് ചെയ്ത് വയ്ക്കാം. സെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, സ്വാപ്പിങ് ചെയ്യാൻ പറ്റുള്ളൂ. സ്വാപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്തിരിയാണ് മാറ്റിക്ക് ഇത്തിരി ആയിട്ടാണ് ഫീസ് പോകുള്ളൂ, വലിയ ഫീസൊന്നുമില്ല മാറ്റിക്കിന്. അപ്പോൾ എന്തായാലും ഇച്ചിരി മാറ്റിക്ക് വേണ്ടി വരും. അതായത് BNBനേക്കാളും ഫീസ് കുറവാണ്. അപ്പോൾ ഇതിൽ നമ്മൾ DAppsൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ചുമ്മാ ഇവിടെ നമുക്ക് ക്വിക്ക് സ്വാപ്പ് എന്ന് ചുമ്മാ അടിക്കുക. ക്വിക്ക് സ്വാപ്പ് എന്ന് അടിക്കുക. എന്നിട്ട് ഇവിടെ എതേറിയം മാറ്റിയിട്ട് ഇവിടെ പോളിഗൺ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇത് ഭയങ്കര പാടാണുള്ളതെന്ന് ആലോചിക്കുന്നുണ്ടാവും. ഇതുപോലെ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഓപ്ഷനൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലെ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. എക്സ്ചേഞ്ചിലായിട്ടൊന്നും ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എക്സ്ചേഞ്ചിലൊക്കെ ERC20 വാളറ്റാണ്. അപ്പോൾ അതിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുകളിൽ നമ്മൾ പോളിഗൺ സെലക്ട് ചെയ്യണം കേട്ടോ. പോളിഗൺ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്വിക്ക് സ്വാപ്പിൻ്റെ ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കറക്റ്റ് നമ്മുടെ പാൻകേക്ക് സ്വാപ്പിലൊക്കെ സ്വാപ്പ് ചെയ്യണ കൂട്ട് തന്നെയുള്ള സ്റ്റെപ്സാണ്. അതായത് ഫ്രമിൽ നമുക്ക് GME കൊടുക്കണം. GME എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും GME. അപ്പോൾ GME എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബാലൻസ് 30 ആണ്. അപ്പോൾ മാക്സ് ആണ് നമുക്ക് സ്വാപ്പ് ചെയ്യണമെങ്കിൽ മാക്സ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്വാപ്പ് ചെയ്യേണ്ടത് മാറ്റിക്കായിട്ട് സ്വാപ്പ് ചെയ്യാം. അപ്പോൾ 30 നമ്മൾ സ്വാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 6.94 മാറ്റിക്ക് കിട്ടും ഇപ്പോഴത്തെ പ്രൈസിന്.
എന്നിട്ട് അപ്രൂവ് കൊടുക്കണം കേട്ടോ. അപ്രൂവ് കൊടുത്തിട്ട് അപ്രൂവ് ചെയ്യുക, എന്നിട്ട് സ്വാപ്പ് അടിക്കുക. നമ്മൾ പാൻ കേക്ക് സ്വാപ്പ് ചെയ്യണം കേട്ടോ. ഇവിടെ സെറ്റിംഗ്സ് പോലെ തയ്ക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലിപ്പായി ടോളറൻസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മറ്റേപോലെ തന്നെ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് സ്ലിപ്പായി ടോളറൻസ് എത്രയെങ്കിലും ഇൻക്രീസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് പ്രൈസ് ചേഞ്ച് കൂടുതലുണ്ടെങ്കിൽ സ്ലിപ്പേജ് കൂടുതൽ കൊടുക്കുക. ട്രാൻസാക്ഷൻ സക്സസ് ആയില്ലെങ്കിൽ ഇവിടെ സ്ലിപ്പേജ് കൂട്ടി കൊടുക്കുക, ഒരു 20 കൊടുക്കുക. അങ്ങനെയൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇങ്ങനെ സ്വാപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത്. സെല്ല് ചെയ്തിട്ട് മാറ്റിക്കിനെ നമുക്ക് ബൈനാൻസിലായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ബൈനാൻസിൽ സെല്ല് ചെയ്തിട്ട് പൈസ ആക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് സ്റ്റെപ്സ് നിങ്ങൾക്ക് ഇച്ചിരി പാടായിട്ട് തോന്നിയേക്കാം, പക്ഷേ ഇത് മാത്രമാണ് സ്റ്റെപ്പുള്ളൂ. ഇങ്ങനെ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.